നീ ഒന്നും പറഞ്ഞില്ല. രമേശ് ചേട്ടൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ? എനിക്കിപ്പോൾ എന്താ തോന്നുന്നറിയോ? എനിക്കൊരു കുഞ്ഞു മോൻ ജനിച്ചു. അവൻ പുറത്തു പോയി കുസൃതി കാട്ടി അതിവിടെ വന്ന് ഏറ്റുപറഞ്ഞിങ്ങനെ നിന്നാ അമ്മയെ ഞാൻ എന്തു ചെയ്യും? എന്തു ചെയ്യും? ക്ഷമിക്കും. ക്ഷമിച്ചു. രമേശ് എന്ന കുഞ്ഞു മോനോട് ഈ അമ്മ ക്ഷമിച്ചു. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ. അപ്പോഴൊക്കെ രമേശ് അതിന് സമ്മതിക്കാതിരുന്നത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. ലളിതയെ ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി അവളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ മയി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണാ ലളിത. എൻ്റെ പപ്പമോളുടെ അമ്മ. അവളെ വേണ്ടാന്ന് വെച്ച പിന്നെ ഒരിക്കലും ഈ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടില്ല. എങ്കിൽ എന്നെ ഉപേക്ഷിച്ചോളൂ. മയി, രമേശ് ചേട്ടന്റെ ഹിരൺമയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോളൂ. ഇവിടെ താമസിക്കാം, ഈ വീട്ടിൽ. ലളിത, അത് രമേശ് ചേട്ടാ, ഞാൻ രമേശ് ചേട്ടന്റെ ഭാര്യയാണ്. മോറോവർ രമേശ് ചേട്ടന്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. പക്ഷെ രമേശ് ചേട്ടൻ ഒരു കാര്യം മറന്നു. ഞാനൊരു പെണ്ണാണ്, നല്ല അന്തസ്സുള്ള പെണ്ണ്. ലളിത ഭാര്യയായി തുടരുന്നിടത്തോളം കാലം രമേശിന്റെ ജീവിതത്തിൽ എന്റെ സ്ഥാനം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ ഇതിന്റെ പേരിലുള്ള ഇമോഷണൽ ലയബിലിറ്റീസ് അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഒന്നുകിൽ ലളിത, അല്ലെങ്കിൽ ഞാൻ. ഇതിലൊരാളെ രമേശിന്റെ ജീവിതത്തിൽ അങ്ങോട്ടുണ്ടാവാൻ പാടുള്ളൂ. ലളിത, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. നിന്നെ ഇഷ്ടമല്ലാത്തോണ്ടൊന്നും ആയിരുന്നില്ല. എല്ലാം സംഭവിച്ചു പോവുമായിരുന്നു, ഞാൻ പോലും അറിയാതെ. പക്ഷേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ നിനക്ക് മോളുണ്ട്, ജോലിയുണ്ട്, ബന്ധുക്കളുണ്ട്. പക്ഷേ മയി, അവൾക്ക് ആരുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ച അവൾക്ക് നീ ഉണ്ടാവണം. എൻ്റെ അപേക്ഷയാണ്. എങ്ങനെയുണ്ട് ഇപ്പോ? എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്? പറയൂ ലളിത. എന്റെ മാത്രമായിരുന്ന രമേശിനെ എന്നിൽ നിന്ന് പിടിച്ചെടുത്തവളാ നീ.
നീ എന്നെ തോൽപ്പിച്ചു, തനിച്ചാക്കി. എനിക്കറിയണം, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ, എന്റെ രമേശിന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? വളർത്തൂ, അതോ കൊല്ലോ? എന്റെ സ്ഥാനത്ത് ലളിതയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വളർത്തോ അത് കൊല്ലൂ? ലളിത പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വളർത്തണോ അതോ കൊല്ലണോ?